നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കർണാടകയുടെ മുഖ്യമന്ത്രിയായി DK ശിവകുമാർ അധികാരമേൽക്കുമ്പോൾ അത് കന്നഡ ജനത മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടാകെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പ്രവർത്തകർ ഏറെ ആവേശത്തോടെ കാത്തിരുന്ന ഒരു പ്രധാന നീക്കമാണ്. സിദ്ധരാമയ്യ സ്വമേധയാ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് DK ശിവകുമാറിന് വേണ്ടി വഴിയൊരുക്കുന്നു. നമുക്കറിയാം, 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനത്തോടെയാണ് DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയത്. അന്നും സിദ്ധരാമയ്യയുടെ റോൾ ചെറുതായിരുന്നിട്ട് കൂടിയും അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കുറേയധികം രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നപ്പോൾ DK മുഖ്യമന്ത്രി പദം താൽക്കാലികമായെങ്കിലും വേണ്ട എന്ന് കരുതി കോൺഗ്രസിനുള്ളിൽ പടലപ്പടക്കം സൃഷ്ടിക്കാതിരിക്കാനും അതുവഴി സംഘപരിവാർ മുതലെടുപ്പ് നടത്താതിരിക്കാനും ബോധപൂർവം ശ്രമിച്ച അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒന്നാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാതെ കൃത്യമായും പിടിവാശി കാണിച്ച് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാമായിരുന്നു. അതിനുള്ള എല്ലാ അർഹതയും ഉണ്ടായിരുന്നു. ഒന്നാലോചിക്കണം, സിദ്ധരാമയ്യ JDS അതായത് ജനതാദൾ സെക്യുലർ വിട്ട് കോൺഗ്രസിൽ വന്നിട്ട് ഒരു വ്യാഴവട്ടക്കാലം മാത്രമേ ആകുന്നുള്ളൂ. അദ്ദേഹം കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് പ്രവർത്തകർക്കിടയിൽ അത്ര വലിയ മതിപ്പ് നേടിയെടുത്ത ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. 2013 മുതൽ 2018 വരെ അദ്ദേഹം കർണാടക മുഖ്യമന്ത്രി ആയിരുന്നിട്ട് കൂടിയും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഓർമ്മ വേണം. എന്നാൽ DK അങ്ങനെയല്ല. DK ഒരു ട്രബിൾ ഷൂട്ടറാണ്. ഏത് ദുർഘട ഘട്ടത്തിലും കോൺഗ്രസ് നേതൃത്വത്തിന് ആശ്രിത വത്സരനായി നിൽക്കുന്ന ഒരു നേതാവ്. കനകപുര എന്ന തൻ്റെ മണ്ഡലത്തെ പരിപാവനമായി സൂക്ഷിച്ച് 1.25 ലക്ഷം വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തോടെ കർണാടക കണ്ടിട്ടുള്ള ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചു കഴിയുക. എന്നിട്ടും ഉപമുഖ്യമന്ത്രി സ്ഥാനവും പാർട്ടിയുടെ കർണാടകയുടെ അധ്യക്ഷ സ്ഥാനവും കൊണ്ട് തൃപ്തിപ്പെടാം എന്നുള്ള ആ ഒരു കൃത്യമായ ബോധ്യം ഇപ്പോഴിതാ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന് കർണാടകയിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് BJP പോലും അടിവരയിട്ടിരിക്കുകയാണ്. ഒന്നാലോചിക്കൂ, ബംഗാൾ പോലെ BJPക്ക് കയറിക്കൂടാൻ പ്രയാസമേറിയ സംസ്ഥാനങ്ങൾ വരെ വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചും പല രീതിയിലുള്ള കള്ളക്കളികൾ കൊണ്ടും അവർ അനായാസം അധികാരം പിടിച്ചെടുക്കുമ്പോഴും കർണാടക അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തീരെ വിശ്വാസമില്ല. ഒന്നാലോചിക്കണം, ഏത് ദുർഘട ഘട്ടത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക അവരെ ചതിച്ചിട്ടില്ല എന്ന് ഓർമ്മ വേണം. 2009 BJP വെണ്ണീറായി പോയപ്പോൾ പോലും അന്ന് കോൺഗ്രസിന് 206 സീറ്റുകൾ ഇന്ത്യ ഒട്ടുക്കം ലഭിച്ചപ്പോൾ പോലും കർണാടകയിൽ 28-ൽ 17 സീറ്റിലും BJP ആണ് ജയിച്ചത് എന്ന് ഓർമ്മിക്കണം. അതായത് ലോക്സഭയിൽ എപ്പോഴും ട്രാക്ക് റെക്കോർഡ് BJPക്ക് അനുകൂലമാണ്. എന്നാൽ നിയമസഭയിൽ അങ്ങനെയല്ല. അത്തരത്തിൽ കർണാടക ഒരു സ്വിംഗ് സ്റ്റേറ്റ് ആണെന്ന് പറയാം. എന്നാൽ അധികാര തുടർച്ച നേടിയെടുക്കാൻ ഏറെ ദുർഘടമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തരണം ചെയ്യാൻ ഈ തീരുമാനം കൃത്യമായി കോൺഗ്രസിന് ശക്തി പകരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. 2027 തുടക്കത്തിലാണ് ഏറ്റവും നിർണായകമായ UPയിലും പഞ്ചാബിലും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിലേക്ക് ഒരു ശക്തി എന്ന രീതിയിലേക്ക് ഈ തീരുമാനം മാറും എന്നുള്ളതിന് സംശയമില്ല.